ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അന്നമാണ് ഈശ്വരൻ, അന്നമല്ല ഈശ്വരൻ. പിന്നെ എന്താണ്? വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വനാന്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ കുറേയധികം ശിഷ്യന്മാർ, ഗുരു. വനാന്തരത്തിലാണ് ഗുരുകുലം. ശിഷ്യന്മാർ അതിസമർത്ഥന്മാരാണ്. അതിൽ ഗുരുവിൻ്റെ മകൻ തന്നെയാണ് ഏറ്റവും വലിയ ആളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ മകൻ ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഈ പഠിച്ച വിഷയങ്ങളിൽ എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? എന്താണ് ഈശ്വരൻ? അതാണ് എൻ്റെ സംശയം. അപ്പോൾ ഗുരുനാഥൻ മകനിങ്ങനെ നോക്കി. എല്ലാ വിഷയങ്ങളും ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ഗുരുനാഥൻ പറഞ്ഞു, അന്നമാണ് ഈശ്വരൻ. മകൻ എന്ത് ചെയ്തു? അന്നത്തെ സസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മകന് മനസ്സിലായി, അന്നജത്തിൻ്റെ മുകളിൽ വേറെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. ഈ തന്മാത്രക്ക് മുകളിൽ വേറെ എന്തോ സാധനം ഉണ്ടെന്ന് മനസ്സിലായി. അന്നമല്ല ഈശ്വരൻ എന്ന് മകന് മനസ്സിലായി. മകൻ എന്ത് ചെയ്തു? കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗുരുനാഥനടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങ് എന്നോട് പറഞ്ഞത് അന്നമാണ് ഈശ്വരൻ എന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായത് അന്നമല്ല ഈശ്വരൻ എന്നാണ്. അപ്പോൾ വീണ്ടും അതേ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, ഈശ്വരൻ. ആദ്യം എന്താ പറഞ്ഞത്? അന്നമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ഇപ്പം എന്താ പറയുന്നത്? പ്രാണനാണ് ഈശ്വരൻ. അപ്പം മകൻ എന്തായി? പ്രാണനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ തുടങ്ങിയിട്ടുള്ള ദശപ്രാണന്മാരിലേക്ക് പോയി. പ്രാണായാമത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ കുറിച്ച് പഠിച്ചു. പ്രാണായാമത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ മകൻ മനസ്സിലായി, പ്രാണനൊന്നുമല്ല ഈശ്വരൻ, അതിന്റെ മുകളിൽ വേറെ എന്തോ ഉണ്ട്. നേരെ ഗുരുനാഥന്റെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങനോട് പറഞ്ഞു അന്നമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു, അന്നമല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. പ്രാണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു, പ്രാണനല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, മനസ്സാണ് ഈശ്വരൻ. അപ്പൊ മകൻ എന്ത് ചെയ്തു? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുര്യാവസ്ഥ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. പിന്നീട് കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് മൈൻഡുകളെ കുറിച്ച് പഠിച്ചു. മനോമയ കോശത്തിന്റെ അകത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴും മകന് മനസ്സിലായി, ഇതല്ല ഈശ്വരൻ. അപ്പൊ എത്ര കാര്യത്തെ കുറിച്ച് മകൻ പഠിച്ചു? എത്ര കാര്യത്തെ കുറിച്ച് പഠിച്ചു? ആദ്യം അന്നമല്ല ഈശ്വരൻ എന്ന് പറഞ്ഞു. പിന്നീട് പ്രാണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ പ്രാണനല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. മനസ്സാണ് ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. വീണ്ടും ഗുരുനാഥനോട് ചോദിച്ചു, എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞത്, ബുദ്ധി അഥവാ ജ്ഞാനമാണ് ഈശ്വരൻ. മകനോടൊന്നായിട്ട് ബുദ്ധി ഉണർന്നു. ബുദ്ധി ഉണർന്ന സമയത്ത് ജ്ഞാനത്തെ ലഭിച്ചു. ആ ജ്ഞാനത്തെ ലഭിച്ച സമയത്ത് മകന്റെ പല സംശയങ്ങൾക്കും ഉത്തരം തീർന്നു. വീണ്ടും ഗുരുനാഥനടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു സംശയം നിലനിൽക്കുകയാണ്, എന്താണ് ഈശ്വരൻ? വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. മകൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചു എന്നറിഞ്ഞപ്പോൾ ഗുരുനാഥൻ പറയുകയാണ്, ആനന്ദമാണ് ഈശ്വരൻ.
സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ആനന്ദമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ആദ്യം നമ്മളിൽ ഉണ്ടാവുക ഞാൻ എന്നുള്ള ഭാവമാണ്. ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാകും. ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക? ഞാൻ എന്നുള്ള ഭാവത്തിന് എങ്ങനെയാ മാറുക? അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ഞാനായി ധ്യാനത്തിലേക്ക് പോകുന്നു. നല്ലവണ്ണം ധ്യാനിക്കുന്ന സമയത്ത് നാം അറിയാതെ ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങും. ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആനന്ദം നമുക്കുണ്ടാകും. ഞാൻ, ധ്യാനം, ഈശ്വരൻ, ആനന്ദം. ഇതാണ് നേരത്തെ പറഞ്ഞ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞത് സർവവ്യാപിയായ ഈശ്വരൻ, ചിത്ത് എന്ന് പറഞ്ഞത് ജ്ഞാനസ്വരൂപൻ, ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ വിഷയാനന്ദം. കമൻസ് അറിയിക്കുമല്ലോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.